അയാളെ അറസ്റ്റ് ചെയ്തിട്ട് കൈവലം കിട്ട് പോവാന്ന് പറയുന്ന ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കത്തില്ല. അത് ഏത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നാലും ഇവിടെ വെടിവെപ്പ് നടന്നാലും ഞങ്ങളുടെ പ്രവർത്തകന്മാരെ കൈവലം അണിയിച്ചൊന്നും പോകാൻ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ കൊണ്ടുപോയി ഞങ്ങൾ അനുവദിക്കത്തില്ല. ശക്തമായ സമരം ഉണ്ടാവും, ഒരു കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ല, ഇതിനകത്ത് യാതൊരു സംശയവുമില്ല. യൂത്ത് കോൺഗ്രസ് ഏത് രീതിയിലും ഇതിനെ പ്രതിരോധിക്കും. രാവിലെ പൊടിപ്പിള്ളാരുടെ മുന്നിൽ വെച്ച് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന സമീപനം ഇനി എത്രയൊക്കെ ഞങ്ങളുടെ അടുത്ത് എടുക്കുവാൻ ശ്രമിച്ചാലും ഞങ്ങൾ അതിനെയൊക്കെ വേണ്ട വിധത്തിൽ പ്രതിരോധിക്കുവാനുള്ള സംഘവും ശേഷിയും ഒക്കെ ഇവിടെ യൂത്ത് കോൺഗ്രസിന് ഉണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അതെ അതെ, വിലങ്ങ് വെച്ചു പോവാണ്. അഹങ്കാരത്തോടു കൂടി എന്തെങ്കിലും പറയുമ്പോൾ വിലങ്ങ് വെക്കടാ, വിലങ്ങ് വെച്ചുകൊണ്ട് പോടാന്ന് പറഞ്ഞത് കൊള്ളക്കാരനാണോ, അല്ലെങ്കിൽ ഇന്ന് കള്ളങ്ങൾ ചെയ്തോ, അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തോ, കള്ളത്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് എന്ന് പറയുന്ന അനുസരിച്ച് കേൾക്കുക, അത് സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല. പോലീസുകാർ പാർട്ടി കളിക്കണ്ട, പോലീസുകാർ DFIക്കാരാവണ്ട, ഇതേ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഒരു MLA പഞ്ചായത്ത് സെക്രട്ടറിയുടെ കാലും കൈയും വെട്ടുമെന്ന് പറഞ്ഞത്. ഇന്നലെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്താണ്. അവർക്കെതിരെ നടപടിയില്ല, ഒന്നുമില്ല. ഒരു സമരം ചെയ്തതിന്റെ വേണ്ടി മണ്ഡലം പ്രസിഡന്റ് കയ്യാമം വെച്ച് കൊണ്ടുപോകാം. അങ്ങനെ അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഈ ജയിലറകളൊക്കെ ഒരുക്കി വെച്ചോളാം പറ. ഇവിടെ പിണറായിന്റെ പോലീസിനോട് ഞങ്ങളെല്ലാം വരാൻ തയ്യാറാണ്, ഞങ്ങളെല്ലാം കയറും. അത് യാതൊരു ഞങ്ങളൊന്നും ജയിലിൽ കയറാത്തവരോ ലോക്കപ്പിൽ കിടക്കാത്തവരോ അല്ല. ഇവിടെ കേസിന്റെ പുറത്ത് കേസ് വാങ്ങിക്കുന്നവരാണ്. അല്ല, നിങ്ങൾ തന്നെ പറ, ഒരു പ്രവർത്തകനെ കൈവിലങ്ങ് വെക്കേണ്ട കാര്യമുണ്ടോ? ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ എന്താ കാര്യം ചെയ്തത്? നടക്കുന്ന കൈവിലങ്ങൊക്കെ പൊട്ടിക്കാനുള്ള ശേഷി എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇപ്പം DFIയുടെ പ്രവർത്തകരായിട്ട് മാറിയിരിക്കുക. CPM ജില്ലാ സെക്രട്ടറി പറയുന്ന തോന്നിയാസം കേൾക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആളുകളായിട്ട് അതൊന്നും ഞങ്ങൾ സമ്മതിക്കുന്ന വിഷയമേ ഇല്ല. ഈ കേസ് അതെ, ബസിന്റെ നാശനഷ്ടം നേരിട്ടിരുന്നു അവര് പറയുന്നു. ഇത് പൊട്ടിപ്പൊളിയാറായ ഒരു ബസിന്റെ ജില്ല ആരെങ്കിലും അടിച്ചു പൊട്ടിച്ചിട്ട് ആരുടെയെങ്കിലും തലയിൽ യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലയിൽ വെക്കുന്ന സ്ഥിതി. കാരണം ഫണ്ടില്ല, ഒരു ടയർ മാറ്റിയിടാൻ ഫണ്ടില്ലാത്ത പോലീസും ഇവിടുത്തെ സർക്കാരുമാണ് ഇവിടെ ഉള്ളത്, ഈ കേരളത്തിലുള്ളത്. അവന്മാർ ഏതെങ്കിലും പോലീസിന്റെ ജീപ്പിന്റെ ഗ്ലാസോ തല്ലി പൊട്ടിച്ചിട്ട് അത് യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലയിൽ എന്തിനാണ് അടിക്കുന്നത്? എന്നിട്ട് PDP, എന്നിട്ട് ഞങ്ങൾ അതിനെ മാന്യമായി ഇടപെട്ടു. എന്നിട്ട് വീണ്ടും വേറൊരു കേസ് ഉണ്ടാക്കി 6 മണ്ഡലം പ്രസിഡന്റിനെ പിടിച്ചെടുത്തുകൊണ്ട് വരാം അതിന്റെ പൊടിപ്പിള്ളാരുടെ മുന്നിൽ വെച്ച്. അതൊന്നും യൂത്ത് കോൺഗ്രസ്സുകാർ അനുവദിക്കുന്നില്ല. ഇവിടെ കൊണ്ടുവന്നിട്ട് കയ്യാമം വെച്ചോണ്ട് അങ്ങ് പോടാന്നാണ് പറയുന്നത്. ആ കയ്യാമം വെക്കുന്നൊന്ന് കാണണമല്ലോ, പോലീസ്. അങ്ങനെയൊന്നും ഇവിടെ പോലീസ് ഇവിടെ നിഷ്ക്രിയത്വമൊന്നും പാലിക്കണ്ട. ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാരെ എതിർക്കാനൊന്നും നോക്കണ്ട. ജയിലറകൾ ഒരുക്കി വെച്ചോളാം തന്നെ ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ എല്ലാവരും സമരത്തിൽ പങ്കെടുത്ത് പ്രതിഷേധിച്ച് പ്രതിരോധം തീർത്ത് ആ ജയിലറകളിലേക്ക് വരുമെന്ന് മാത്രമാണ് പോലീസിനോട് പറയുന്നത്. അല്ല, ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പത്തനംതിട്ടയിലെ പോലീസുകാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധ തോന്നിവാസം കാണിച്ചുകൊണ്ടിരിക്കുക. സമാധാനപരമായി സമരം ചെയ്യാൻ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അവകാശമില്ലേ? ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് അവകാശമില്ലേ? ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഇന്നലെ ആ പോലീസുകാരുടെ കയ്യിൽ നിന്ന ഷീൽഡ്, അത് അവർ തെളിയുന്ന സമയത്ത് ആ ഷീൽഡ് കൊണ്ടാണ് 1-2 പൊട്ടിയെന്ന് അവർ പറയുന്നത്. ഞങ്ങൾ ഒരു പ്രവർത്തകൻ പോലും ഒരു അന്യായവും ഞങ്ങൾ കാണിക്കത്തില്ല. കാരണം ഞങ്ങൾ ഇതുവരെ കാണിച്ചിട്ട് ചരിത്രവും ഞങ്ങൾക്കില്ല. പൊതുമുതൽ നശിപ്പിക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല. കാരണം പൊതുമുതൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാം കൂടാണ്. പക്ഷേ അതിന്റെ പേരിൽ അതിന് മുമ്പത്തെ ദിവസം സമരം ചെയ്തപ്പോൾ വേണ്ട രീതിയിൽ ശക്തമായി അടിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ കർശനമായ നിർദ്ദേശം കൊടുത്ത് തല്ലിച്ചതക്കണം എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ സംയമനം പാലിച്ചുകൊണ്ട് മാത്രമാണ് ഇന്നലെ ഇവിടെ അക്രമം നടക്കായിരുന്നു. പക്ഷേ ഇതിന് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കത്തില്ല. ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കൈവിലം കാണിച്ചുകൊണ്ട് വരികയാണ്. PDP ഏത് സെക്ഷനിലാണ് പറഞ്ഞിരിക്കുന്നത് കൈവിലം കാണിക്കുന്നത്? കൈവിലം കാണിക്കണം എന്ന് പറഞ്ഞാൽ അവന് ഒന്നെങ്കിൽ വലിയ ക്രിമിനലായിരിക്കണം, അല്ലെങ്കിൽ പോലീസുകാരിൽ നിന്ന് ഓടിപ്പോകാൻ സാധ്യതയുള്ളവനായിരിക്കണം. അങ്ങനെ പല നിയമങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലാതാണ് കൈവിലം കാണിക്കാൻ ശ്രമിച്ചത്. അതൊന്നും അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെയും ഭാഗത്തുണ്ടായിരിക്കും.